അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മൾ വീട് പണി അപ്ഡേറ്റ്സിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വീട് പണി തുടങ്ങാനായിട്ട് പോകുന്നു, വീട് പണി സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താണെങ്കിൽ പാർപ്പിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വീട് പണി ബന്ധപ്പെട്ടുകൊണ്ട് ഇടുന്ന അവസാനത്തെയും ആദ്യത്തെയും വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്കിപ്പോൾ വീട് പണി എവിടം വരെ ആയിട്ടുണ്ടെന്ന് ഒന്ന് നോക്കാം. വീട് പണി അപ്ഡേറ്റ്സ് നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പഴയ അവശ്യ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഷെഡാണ് ഈ കാണുന്നത്. പുതിയ വീട് വെക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഷെഡ് കെട്ടിയിരിക്കുന്നത്. ഈ ഷെഡിനകത്ത് നമ്മൾ ഈ പറയുന്ന പണിക്കാർക്ക് ചായ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ചെറിയൊരു കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതേ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ പഞ്ചസാര, ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, വീട്ടിലെ പഴയ സോഫ കാര്യങ്ങളൊക്കെയാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അലമാരി, ഈ പറയുന്ന പഴയ TV, എല്ലാ കാര്യങ്ങളും, ചെറിയ കട്ടിലൊക്കെ ഒരെണ്ണം ഈ ഒരു ഷെഡിൽ മാത്രമായിട്ട് ഉൾക്കൊള്ളിച്ച് ഈ ഒരു ഷെഡ് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഷെഡിന് തൊട്ട് ബാക്കിലായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ പുതിയ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അധികം വലുതല്ലാത്ത രീതിയിൽ ഉള്ളൊരു സിറ്റ് ഔട്ടാണ്. ഇനി ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരും. ഈ വീട്ടിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെപ്പ് ആ അറ്റത്തും ഈ അറ്റത്തും ചെടിച്ചട്ടികളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് ഇതിപ്പോൾ സെറ്റാക്കുന്നതായിരിക്കും. ഇതാണ് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് നോക്കാം. വീടിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മളിവിടെ കട്ടളപ്പടിയൊക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കട്ടളപ്പടിയും ജനലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറുമ്പോൾ നമുക്കിവിടെ ഒരു ഹാള് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഹാള് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഹാളിൽ നിന്ന് നേരെ പോകുന്നത് അപ്പുറം ഫുഡ് ഏരിയയിലേക്കായിരിക്കും. അവിടെ ആയിരിക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമ്മൾ ടേബിളും ഈ പറയുന്ന വാഷിംഗ് യൂണിറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു അത്യാവശ്യം വലുതായിട്ടുള്ള ഹാളാണ് കേട്ടോ. ഇതും നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള 2 ഹാളുകളാണ് ഇവിടെ ഉള്ളത്. ഹാളിന് തൊട്ട് ബാക്കിലായിട്ട് അല്ലെങ്കിൽ തൊട്ട് സൈഡിലായിട്ട് നമുക്കിവിടെ സ്റ്റെയർകേഴ്സ്, മുകളിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെയർകേഴ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് റൂമൊന്ന് കാണാം. റൂമെന്ന് പറയുമ്പോൾ 4 ബെഡ്റൂമാണ് വരുന്നത്. അത്യാവശ്യം വലുതായിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുള്ള 4 ബെഡ്റൂമുകളാണ് വരുന്നത്. ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റേതായിട്ട് വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് കാണുമെന്ന് തോന്നുന്നില്ല, അത്യാവശ്യം നോക്കാം. ഈ ബെഡ്റൂമിൻ്റേതായിട്ട് വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതേ സെയിം ആയിട്ട് തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് അപ്പുറം വരുന്ന വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിലും ഈ പറയുന്ന പോലെ ഈ സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമും അതേ ബെഡ്റൂമിൻ്റെ സൈസുള്ള അതുപോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് കാണുന്നത് SNM കോളേജ് മാലിയങ്കരയുടെ പോളിടെക്നിക് കോളേജിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബിൽഡിംഗ് ആണ്. അങ്ങനെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലൂടെ നമുക്ക് ഓപ്പൺ കിച്ചണിലേക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചണിൻ്റെ അപ്പുറം വരുന്ന വർക്ക് ഏരിയയും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഓപ്പൺ കിച്ചണിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ അത്യാവശ്യം ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചണായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. ഒട്ടും നമ്മൾ അടച്ച് ഇതാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കിച്ചണിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഡോറും അവിടെ വരുന്നുണ്ട്. ഈ ഒരു ഡോറിലൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പുറകിൽ നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ കോളേജൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കണ്ട, ഇത് SNM കോളേജ് മാലിയങ്കരയുടെ ഭാഗമായിട്ട് വരുന്ന പോളിടെക്നിക് കോളേജിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ വീടിന് പുറകിൽ നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. എഞ്ചിനീയറിംഗ് കോളേജ് കാണണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീടിനടിയിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു. ഇനി വീടിന് മുകളിലേക്ക് പോകാം. ഈ സ്റ്റെപ്പ് കയറി നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വിൻഡോ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് വീടിന് മുകളിലേക്ക് പോകാം. വീടിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ 2 ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ ബെഡ്റൂമുകളിൽ അടിയിൽ കണ്ടതുപോലെയല്ല, മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗമെന്ന് പറയുന്നത്. ഇവിടെയും ഈ പറയുന്ന പോലെ ഒരുപാട് ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. വീടിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്താണ് കോളേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയും അടുത്തായിട്ടാണ് നമുക്ക് കോളേജിൻ്റെ ക്ലാസ് റൂമുകളൊക്കെ വീടിൻ്റെ ഓപ്പൺ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെറസാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സ്ഥലങ്ങളുണ്ട്. നമുക്ക് വീടിൻ്റെ മുകളിൽ നമുക്ക് ഒരുപാട് സ്ഥലം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്.
അവിടെ നമുക്ക് ഈ പറയുന്ന വാഷിംഗ് മെഷീൻ, നമുക്ക് തുണിയൊക്കെ അലക്കിയിടാനായിട്ടാണെങ്കിലും അഴവിരിക്കാനായിട്ടാണെങ്കിലും എല്ലാം ഇവിടെ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂമാണ് വരുന്നത്. ഈ ഒരു സ്റ്റോർ റൂമിൽ അത്യാവശ്യം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അടക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ വീട്ടിൽ സ്ഥലം ഒഴിഞ്ഞ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോയി ഇടാനായിട്ട് പറ്റുന്ന ചെറിയൊരു സ്റ്റോർ റൂം നമ്മൾ വീടിൻ്റെ ബാക്കിൽ, അതായത് മുകളിൽ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ വീടിൻ്റെ മുകളിലെ രണ്ടാമത്തെ നിലയാണ്. രണ്ടാമത്തെ നിലയിൽ ചെറിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചെറിയൊരു ഹാള്. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുന്ന സമയത്ത് നമുക്കിപ്പോൾ ഈ ഒരു ബെഡ്റൂം കാണാം. അത്യാവശ്യം നല്ല സ്പേസുള്ള, അടിയിൽ കണ്ടതുപോലെയല്ല, വ്യത്യസ്തമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ തൊട്ടപ്പുറമായിട്ട് ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു സ്പേസ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നീട് വീടിൻ്റെ ബാൽക്കണി വരുന്നത് ഈ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ ഡോറാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു വീടിൻ്റെ ബാൽക്കണി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാൽക്കണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂമാണ് കാണിക്കാൻ പോകുന്നത്. നാല് ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിനകത്ത് നാലാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം മറ്റുള്ള ബെഡ്റൂമുകൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ്. കണ്ടില്ലേ, ഈ ഒരു നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമും ഭയങ്കര സ്പേസ് ഉള്ളതാണ്. നമുക്ക് ഈ ഒരു ബാത്റൂമിൽ മറ്റേ ബാത്ത് ഡപ്പൊക്കെ വെച്ച് കിടന്നു കുളിക്കാം. അത്രയും സെറ്റപ്പുള്ള ഒരു ബാത്റൂമാണ് ഈ വീടിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത്. ബാക്കി ഒരു ബെഡ്റൂമുകളിലും ഇത്രയും വലിയൊരു ബാത്റൂം ഇല്ല. അപ്പോൾ ഈ ഒരു ബെഡ്റൂമാണ് വീട്ടിലുള്ളതിൽ ഏറ്റവും വലിയ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ. പുതിയ വീടിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ ഇതുവരെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇൻട്രോ തന്നെ ഞാൻ പറഞ്ഞത്, ഇത് പുതിയ വീട് പണിയെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും വീഡിയോ ആയിരിക്കുമെന്ന്. ഇനിയിപ്പോൾ പാർപ്പിൻ്റെ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിടാനായിട്ട് അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് വീടിങ്ങനെ കെട്ടിപ്പൊക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ തേപ്പുണ്ട് മുകളിൽ, പിന്നെ വാർക്ക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ മുകളിൽ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ, അതായത് ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ പാർപ്പിൻ്റെ അന്ന് എല്ലാം കൂടി കാണിക്കുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തന്ന് പാർപ്പിൻ്റെ അന്ന് നമുക്ക് കാണിക്കാം. ഇതിപ്പോൾ വീട് പണി ഇങ്ങനെ കെട്ടിപ്പോക്കി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു അപ്ഡേറ്റ് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. താങ്ക്